ഇന്ന് നമുക്ക് മത്തി വറ്റിച്ചെടുക്കാം. അതിന് ഒരു പാനിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കുരുമുളകും ഒന്ന് വറുത്തെടുക്കാം. ഇനി 2 നുള്ളി മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കുരുമുളകിൻ്റെ കൂടെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട. വറുത്ത കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 5-6 വെളുത്തുള്ളിയും 5-8 ചെറിയ ചുവന്നുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 2 പച്ചമുളകും 6-7 ചെറിയ ചുവന്നുള്ളിയും 3-4 വെളുത്തുള്ളിയും കൂടി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുവിധം നല്ലതുപോലെ വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ടൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഈ കറിക്ക് ആവശ്യമായ പുളി കൂടി ഇട്ട് അരച്ചെടുക്കണം. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഇട്ട് അരച്ചെടുത്തത്. ഇനി അരച്ച കൂട്ടിട്ട് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ജാറ് കഴുകി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ അല്ല, ഇതിന് വേറൊരു സ്വാദാണ്. ഇതിൽ ഉലുവയെല്ലാം അരയ്ക്കുന്നുണ്ട്, പിന്നെ പുളിയും അരയ്ക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.